നമസ്കാരം, ഞാൻ രവി കേശവൻ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പുതിയ സിനിമയുടെ റിവ്യൂയോടെ എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേള വന്നത് മനഃപൂർവ്വമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നല്ല സിനിമകൾ ഒന്നുകിൽ നല്ല സിനിമകൾ വരുമ്പോൾ അല്ലെങ്കിൽ കാണുന്ന സിനിമയിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളപ്പോൾ മാത്രമേ ഒരു റിവ്യൂമായിട്ട് എൻ്റെ പ്രിയ പ്രേക്ഷകരുടെ മുമ്പിൽ വരാനാണ് എനിക്ക് താല്പര്യം. കാര്യം എൻ്റെ സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, റിവ്യൂ വായിച്ച് നിങ്ങളുടെ സമയം കളയാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ സന്തോഷപൂർവ്വം നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ ഒരു സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ റിവ്യൂമായിട്ടാണ്. ഇത് ഞാൻ 3-4 ദിവസം മുൻപ് കണ്ടിരുന്നതാണ്. ഒരു ഇച്ചിരി ഡിലേ വരാൻ കാരണം ഇതിനിടയ്ക്ക് സിനിമ കാണാത്തവരും സിനിമ അറിയാത്തവരും എല്ലാവരും വഴിയെ പോകുന്നവരും വന്നവരും എല്ലാം സിനിമയെ റിവ്യൂ ചെയ്യാൻ തുടങ്ങി. എന്നാൽ പിന്നെ തിരക്കും ഒന്ന് കഴിയട്ടെ എന്ന് കരുതിയിട്ട് ഒരു ഇച്ചിരി സാവകാശം നിന്നാണ്. ആദ്യമേ തന്നെ നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഒരു ബിഗ് സല്യൂട്ട് കൊടുത്തിട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം അത്ര അതിമനോഹരമായ ഘനഗാംഭീര്യമുള്ള തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിക്കാൻ കഴിഞ്ഞ ഒരു സംവിധാന പ്രതിഭയുടെ എല്ലാ രീതിയിലുള്ള കയ്യൊപ്പും പതിപ്പിച്ച് തന്നെയാണ് ആ സിനിമ അദ്ദേഹം അണിയിച്ച് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ആദ്യത്തെ സിനിമ കഴിഞ്ഞ് മൂന്നാമത്തെ സംവിധാന സംരംഭത്തിലേക്ക് വന്നപ്പം അദ്ദേഹം ചവിട്ടി കയറിയ പടവുകളുടെ എണ്ണം, കടന്നു കയറിയ ഔന്നത്യം, അത് ഒത്തിരി നമുക്കൊക്കെ സാധാരണ ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ആ രീതിയിൽ നല്ല ഒരു വേറൊരു കാര്യം പറയാം, മലയാളത്തിൽ നിന്നുള്ള ഒരു ബോളിവുഡ് സിനിമ അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് സിനിമ, ബോളിവുഡ് എന്ന് പറഞ്ഞാൽ പോലുള്ള ഒരു ഹോളിവുഡ് സിനിമ എന്ന് തന്നെ നമ്മൾ അടിവരയിട്ട് പറയണം. ഇതിനു മുമ്പ് നമുക്കൊരു നല്ല ഹോളിവുഡ് സിനിമ മലയാളത്തിൽ നിന്നുണ്ടായിരുന്നു, കാലാപാനി, പ്രിയദർശൻ സംവിധാനം ചെയ്തത്. പക്ഷേ അതിനകത്ത് പ്രിയദർശൻ്റേതായ ചില കൈപ്പണികളൊക്കെ ചെയ്തതുകൂടി ആ സിനിമയുടെ ഗാംഭീര്യവും ഗൗരവവും നഷ്ടപ്പെടുന്നൊരു രീതി നമ്മൾ കണ്ട് അനുഭവിച്ചതാണ്. എന്നാൽ ഈ സിനിമയിൽ അങ്ങനെ ഒരു ദോഷവശം ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടെ അടിവരയിട്ട് പറഞ്ഞ് മലയാളത്തിൽ നിന്നുള്ള അർഹിക്കുന്ന അതിഗംഭീരമാർന്ന ഒരു ഹോളിവുഡ് ചലച്ചിത്രം എന്ന് തന്നെ പറയാം. ഇതൊരു ഐമാക്സ് ഫോർമാറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ നമുക്കറിയാം ഐമാക്സ് ഫോർമാറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണുന്ന സിനിമയുടെ കവർ ചെയ്യുന്ന ഏരിയ വളരെ വിപുലമായിരിക്കും, വീതി കൂടുതലായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് അതിൻ്റെ ദോഷവശങ്ങളും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകൻ തൻ്റെ ആ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അത് വൈഡ് ഷോട്ടുകളാണ്, വൈഡ് സീൻസാണ്. ആ സീൻസിന് അരോചകമാകാത്ത രീതിയിൽ അതിമനോഹരമായും അതിസൂക്ഷ്മമായിട്ടും ഓരോ ഫ്രെയിമുകളും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എന്തെങ്കിലും ചലനം, എവിടെയെങ്കിലും മോമെൻറ്റുകൾ, അപ്പോൾ അത് ഓരോ ഫ്രെയിമിലും നമുക്ക് അങ്ങനെ ഒരു ചലനം വരുത്തുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഈ അതിമനോഹരമായിട്ട് ഇങ്ങനൊരു ചലച്ചിത്രം നമുക്ക് തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പിന്നിൽ അതിശക്തമായൊരു സാന്നിധ്യമായിട്ട് നിലകൊണ്ടത് ക്യാമറാമാനാണ്. സുജിത് വാസുദേവാണ് ആ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത്. അത്ര ബൃഹത്തായ ഓരോ ഫ്രെയിമിനുള്ളിലും അതിസൂക്ഷ്മമായ രീതിയിലുള്ള സംവിധാനങ്ങളാണ്, അല്ലെങ്കിൽ ഒരു ചലച്ചിത്ര കാവ്യമായിട്ട് ഒരുക്കുന്നതിന് വേണ്ടുന്ന ദൃശ്യ പരത വീഴ്ത്താൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിമനോഹരവും അതിസൂക്ഷ്മമായിട്ടാണ് സുജിത് വാസുദേവ് എന്ന ക്യാമറാമാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇവരെ രണ്ടുപേരുടെയും ശ്രമവും അതോടൊപ്പം തന്നെ ചടുലമായ എഡിറ്റിങ്, ആ എഡിറ്റിങ് കൂടെ വന്നതോടുകൂടിയാണ് അതിനൊരു പരിപൂർണത വരുന്നത്. കാര്യം ചടുലമായ എഡിറ്റിങ്ങാണ്. അപ്പോൾ ആ ചടുലമായ എഡിറ്റിങ്ങിന് നേതൃത്വം നൽകിയിരിക്കുന്നത് അഭിഷേക് മോഹൻ എന്ന് പറയുന്ന യുവാവാണ്. അദ്ദേഹത്തിൻ്റെ പ്രയത്നവും അദ്ദേഹത്തിൻ്റെ സംഭാവനയും എത്ര എടുത്ത് പറഞ്ഞ് പൂർത്തിയാലും തീരത്തില്ല. അതുപോലെ നല്ലൊരു പ്രയത്നമാണ് ആ യുവാവിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനകത്ത് എഡിറ്റർ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റർ, ക്യാമറാമാൻ, സംവിധായകൻ, ഇവരുടെ 3 പേരുടെയും സമന്വയിച്ചുള്ള ഒരു അതിമനോഹരമായ ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് തലത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന അതിസുന്ദരമായ ഒരു ചിത്രം. അപ്പോൾ ഞാൻ ഈ ചിത്രം റിവ്യൂ ചെയ്യുന്നത് തന്നെ ഇതിനകത്ത് ഈ സംവിധായ പ്രതിഭ എന്നുള്ള നിലയിൽ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഒരു സാന്നിധ്യവും കയ്യൊപ്പും അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനവും ഒക്കെ ഒന്ന് എടുത്തു പറയുന്നതിന് വേണ്ടി മാത്രമാണ്. അതിനപ്പുറത്ത് ആ സിനിമയ്ക്കൊന്നും പ്രത്യേകിച്ച് വലിയ പ്രാധാന്യമോ കാര്യങ്ങളൊന്നും ഞാൻ കാണുന്നുമില്ല, കൽപ്പിക്കുന്നുമില്ല. എന്നാൽ അതോടൊപ്പം ഒരു സംവിധാന പ്രതിഭ എന്നുള്ള നിലയിൽ ഒരാൾ ഒരു മേൽവിലാസം, ഒരു കയ്യൊപ്പ് ചാർത്തിയെങ്കിൽ അത് കണ്ടില്ല എന്നും നടിക്കുന്നതും അല്ലെ കാണാതെ പോകുന്നതും അത് നമ്മൾ സിനിമയോട് കാണിക്കുന്ന ഒരു അനീതിയായിരിക്കും.
അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടി എടുത്തു പറയുന്നു, എമ്പുരാൻ എന്ന പറയുന്ന സിനിമ ഒരു സംവിധാന പ്രതിഭയുടെ കയ്യൊപ്പ് നമുക്ക് തൊട്ടറിയാനും കണ്ടറിയാനും കഴിയുന്ന അത്ര അതിമനോഹരമായ ഒരു ചലച്ചിത്രമാണ്. സംവിധാന പാഠവത്തിൽ മാത്രം, അത് ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. സാധാരണ നമ്മൾ ചിത്രത്തെക്കുറിച്ച് നമ്മൾ റിവ്യൂ ചെയ്യുമ്പം അതിൻ്റെ കഥ പറയും, തിരക്കഥ പറയും, അതിൻ്റെ അഭിനേതാക്കളുടെ പ്രകടനം പറയും, അങ്ങനെ നിരവധിയായ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞും പ്രതിപാദിച്ചും ഒക്കെ പോകാറുണ്ട്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ഈ സംവിധാന പാഠവം എന്നതിന് അപ്പുറത്ത് ആ സിനിമയ്ക്ക് വേറെ യാതൊരു വിധമായ പ്രാധാന്യമോ പ്രത്യേകിച്ച് നടന വിസ്മയമോ ആരെല്ലാം നടന്മാർ കാണിക്കുകയോ അങ്ങനെയൊന്നും ചെയ്ത ഒരു സിനിമയല്ല. അതിനൊന്നും ഉള്ളൊരു സാധ്യതയുള്ളൊരു കഥയും തിരക്കഥയല്ല എന്നാണ്. തിരക്കഥയിലേക്ക് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് തിരക്കഥയ്ക്ക് അപ്പുറത്ത് പോയി സംവിധാനം ചെയ്ത ഒരു ചിത്രം എന്ന് വേണേൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കാര്യം തിരക്കഥ എന്ന് പറയുമ്പോൾ അതിന് തിരക്കഥ ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കും. അത്രയ്ക്ക് അടുക്കും ചിട്ടയും ഒരു ഘടനയും ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു കഥ പറച്ചിൽ രീതിയാണ് ഇത്. ഒരു പക്ഷേ പൃഥ്വിരാജ് ഈ പറയുന്ന രീതിയിലൊക്കെ അത് സംവിധാനം ചെയ്തില്ലായിരുന്നു എങ്കിൽ ആ സിനിമ ഇൻ്റർവെൽ വരെ പോലും നമ്മൾ പ്രേക്ഷകരാരും കണ്ടുകൊണ്ടിരിക്കില്ല. ഇപ്പോഴും ഈ സിനിമ ഇത്രയും കോലാഹലവും വിവാദവും ഒക്കെ ഉണ്ടാക്കി എന്നതിനുപരിയായിട്ട് അത് ആസ്വദിക്കുന്ന പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ 15-നും 30-നും ഇടയ്ക്ക് വരുന്ന യുവാക്കൾ മാത്രമാണ്. വളരെ കുറച്ച് യുവതികളും. ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം പോയി, ഭാര്യ 2.5 മണിക്കൂർ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. ഉറങ്ങിക്കഴിഞ്ഞിട്ട് എണീച്ച് ഞാൻ സിനിമ കഴിഞ്ഞപ്പം വിളിച്ചുകൊണ്ട് പോരുമായിരുന്നു. അപ്പം വളരെ അത്യാപൂർവമായിട്ട് തിയേറ്ററിൽ എത്തപ്പെടുന്ന കുടുംബാംഗങ്ങൾ ആരും തന്നെ, അതായത് ഈ പറഞ്ഞ 15, 20, 30 വയസ്സിന് ഇടയിലുള്ള യുവാക്കൾ ഒഴിച്ച്, അല്ലെ യുവതികൾ ഒഴിച്ച്, അതിന് മുകളിലോട്ടും താഴോട്ടും ഉള്ള ആരും ഈ സിനിമയെ ഉൾക്കൊള്ളുന്നില്ല, അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നില്ല. അതിന് പ്രധാന കാരണം ഈ തിരക്കഥയുടെ ഒരു പോരായ്മ തന്നെയാണ്. കഥ വേണമെന്നില്ല, നല്ല സിനിമയ്ക്ക് കഥ വേണമെന്നില്ല, ഞാൻ വീണ്ടും അടിവരയിട്ട് പറഞ്ഞു. പക്ഷേ നല്ല തിരക്കഥ അത്യാവശ്യമാണ്. തിരക്കഥയാണ് ഒരു സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. ഇവിടെ ഇല്ലാതെ പോയതും ആ പറഞ്ഞ സാധനമാണ്. അപ്പോൾ ഒരു ഘടനയില്ലാതെ എന്തൊക്കെയോ പറയുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു. അത് ഇത്ര കോടികൾ വാരി വിതറി ഇത്രയും വലിയ അതിനൂതന സാങ്കേതിക വിദ്യകളുടെ മികവോടുകൂടി ഇങ്ങനൊരു സിനിമ അണിയിച്ചെടുക്കാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് അത് തിയേറ്ററിലേക്ക് ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ആ തിരക്കഥയെ ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, മുരളി ഗോപി ഇത്രയും വിവാദവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും അതിന് നല്ലൊരു ത്രെഡ് ഉണ്ടായിരുന്നു. 2 ബേസ് ത്രെഡ് ആണോ ഒരു ഭാഗത്ത് 13-ാം വയസ്സിൽ വർഗീയ ലഹളയുടെ ഭാഗമായിട്ട് മാതാപിതാക്കളെയും കുഞ്ഞനിയനെയും നഷ്ടപ്പെടുന്ന സെയ്ദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജിൻ്റെ ബാല്യ കഥയും, അപ്പുറത്ത് രാംദാസ് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചയായിട്ട് വന്ന ജിതിൻ രാംദാസ് എന്ന മകനെ ഏൽപ്പിച്ചിട്ട് നാട് വിട്ടു പോകുന്ന കഥാപാത്രത്തെയാണ് മോഹൻലാലിൻ്റെ കഥാപാത്രത്തെയാണ് നമ്മൾ ലൂസിഫറിൽ അവസാനം കണ്ടത്. ഇപ്പോൾ ആ ലൂസിഫറിൽ അന്ന് നമ്മൾ കണ്ട കഥാപാത്രം ഇപ്പോൾ അദ്ദേഹം വേറൊരു പരിവേഷത്തിലാണ് നിൽക്കുന്നത്, ഒരു അന്താരാഷ്ട്ര പരിവേഷത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. KA എന്ന് ആണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഈ മയക്കുമരുന്നുകളും പടക്കോപ്പുകളുമൊക്കെ വ്യാപാരം ചെയ്യുകയും രാജ്യങ്ങളുടെ ഇൻ്റലിജൻസിന് വേണ്ടി ഇടനിലയായി നിൽക്കുന്ന ഒരു ഏജൻറ്റും എന്നൊക്കെയുള്ള രീതിയിൽ ഖുറേഷി എബ്രഹാം എന്ന് പറയുന്നൊരു നമുക്കൊക്കെ ഇതിനു മുമ്പ് ഹോളിവുഡ് സിനിമകളിൽ മാത്രം നമ്മൾ പരിചയിച്ച ഒരു കഥാപാത്രം. അങ്ങനെ ഒരു കഥാപാത്ര പരിവേഷത്തിലാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇദ്ദേഹം മുൻപ് ലൂസിഫറിൽ കണ്ടതിന് ശേഷം ഇദ്ദേഹം ഖുറേഷി ഇബ്രാഹിമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ വ്യാപരിക്കുന്ന ഒരു ഹൈ പ്രൊഫൈൽ മനുഷ്യൻ, ഇങ്ങപ്പുറത്ത് അയാൾ അധികാരം ഏൽപ്പിച്ചിട്ട് പോയി നല്ല രീതിയിൽ ഭരണം നടത്തും എന്ന പ്രതീക്ഷയിൽ അധികാരം ഏൽപ്പിച്ചു പോയ ജിതിൻ രാംദാസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അദ്ദേഹം ഈ ജിതിൻ രാംദാസ് എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ സമകാലീന രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന പോലെ എന്ന് പറയുമ്പോൾ ഇടത് വലത് മധ്യപക്ഷ ഭേദമൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയക്കാരും നമ്മളെല്ലാം കച്ചവടം ചെയ്യുന്നവരാണ്. സൗകര്യം കിട്ടിയാൽ അവരെല്ലാം കച്ചവടം ചെയ്യും, അവരെല്ലാം വലിയ ബിസിനസ് താല്പര്യക്കാരാണ്. അപ്പോൾ ആ രീതിയിൽ ജിതിൻ രാംദാസ് മാറുകയും ഒരു കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുകയും ചെയ്യുമ്പോൾ ഭരണം തിരിച്ചു പിടിക്കാനും അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആ ഒരു രാഷ്ട്രീയ സംവിധാനത്തെ വീണ്ടും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ആവശ്യവും കരുതിയിട്ട് ഈ പറയുന്ന നമ്മുടെ ഖുറേഷി ഇബ്രാഹിം എന്ന് പറയുന്ന മനുഷ്യൻ അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യാപന മേഖലയിൽ നിന്നൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് തിരികെ വരുന്ന ഇതാണ് ആ പ്ലോട്ട്. പക്ഷേ ഈ പ്ലോട്ടുകൾ ഞാൻ തിരക്കഥയിലെ പോരായ്മ കൊണ്ട് നമ്മൾ പ്രേക്ഷകർ വേണമെങ്കിൽ
സ്ക്രീനിൽ കാണുന്ന കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും നമ്മളെ കഷ്ടപ്പെട്ട് വായിച്ചെടുത്ത് ബുദ്ധിമുട്ടി കോറിലേറ്റ് ചെയ്ത് കണ്ട് നമ്മൾ വേണം സിനിമ ആസ്വദിച്ചോണം എന്നുള്ളൊരു രീതിയിലാണ് മുരളി ഗോപി തിരക്കഥ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യമാണ്, സിനിമ കാണാൻ ചെല്ലുന്ന പ്രേക്ഷകൻ്റെ ആവശ്യമാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങളെയും കഥാമുഹൂർത്തങ്ങളെയും കഥാസന്ദർഭങ്ങളെയും ഒക്കെ കൂട്ടി വായിച്ച് വേണമെങ്കിൽ സിനിമ ആസ്വദിച്ചിട്ട് പൊക്കൂ എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം നമ്മളോട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ അന്താരാഷ്ട്ര തലത്തിൽ ഔന്നത്യങ്ങൾ വിഹരിക്കുന്ന ഖുറേഷി ഇബ്രാഹിമിൻ്റെ കയ്യിലേക്ക് 13 വയസ്സുകാരനായ നമ്മുടെ സെയ്ദ് പൃഥ്വിരാജിൻ്റെ കഥാപാത്രം എത്തുന്നതെന്നോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സംരക്ഷിക്കുന്നതെന്നോ ഇതൊന്നും നമുക്ക് വായിച്ചെടുക്കാനും മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങൾ ഇല്ലാതെ വരുന്നു. കഥാപാത്രങ്ങളുടെ മനോവ്യവഹാരങ്ങൾക്ക് നമ്മളിലേക്ക് പകരാനോ നമ്മൾക്ക് അവരോടൊപ്പം സഞ്ചരിക്കാനോ ഒന്നും പറ്റുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന കഥയും കഥാപാത്രങ്ങളൊക്കെ അവരവരുടെ വഴിക്ക് പോകുന്നു. നമ്മളെ ആകെപ്പാടെ ആകർഷിക്കുന്നൊരു സാധനം ഇത്രയും ബൃഹത്തായ ഒരു ക്യാൻവാസിൽ ഇത്രയും ബൃഹത്തായ അംഗങ്ങളെ കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് ഒരു ടെക്നിക്കൽ വൈസ് അതിഗംഭീരമാർന്ന ഒരു ഹോളിവുഡ് തലത്തിലേക്ക് എത്തുന്ന ഒരു ചലച്ചിത്രം എമ്പുരാൻ എന്ന പേരിൽ നമ്മളിലേക്ക് എത്തിക്കാൻ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകന് കഴിഞ്ഞു എന്നത് മാത്രമാണ് ആ സിനിമയുടെ അത് ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിലും ഒരു സിനിമാ സംവിധാന സംരംഭത്തിൻ്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇതൊക്കെ അറിയാം എന്നതുകൊണ്ടും ആണ് ആ ഒരു സംരംഭത്തിൻ്റെ മികവിനെയും തികവിനെയും ഒക്കെ അടിവരയിട്ട് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് കരുതി ഞാൻ വന്നത്. വീണ്ടും ഒന്നുകൂടെ പറയുന്നു, ആ സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും കാണണം. വേറൊന്നും കൊണ്ടല്ല, സംവിധാന പാഠവം അത് കണ്ട് മനസ്സിലാക്കാനും അതിൻ്റെ പിന്നിലെ പ്രയത്നത്തിൻ്റെ തീവ്രത തിരിച്ചറിയാനും വേണ്ടിയിട്ട് മാത്രം എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കാണേണ്ടതാണ്, കണ്ടിരിക്കേണ്ടതാണ്. ഇതിൽ കഥാപാത്രങ്ങളായിട്ട് പറഞ്ഞ എല്ലാവർക്കും അറിയാം. മോഹൻലാലുണ്ട്, ടോവിനോ തോമസ് ഉണ്ട്, പൃഥ്വിരാജ് സുകുമാരനുണ്ട്, മഞ്ജു വാര്യരുണ്ട്, സാനിയ അയ്യപ്പനുണ്ട്, ഇങ്ങനെ സായി കുമാറുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ നിന്നുള്ള എറിക് എബൗണി, ജെറോമി ഫ്ലൈൻ, ഇങ്ങനെ പറയുന്ന കുറേ ഇംഗ്ലീഷ് കഥാപാത്രങ്ങളും പിന്നെ അഭിമന്യു സിംഗ് എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദി നടനും ഒക്കെ ഉണ്ട്. കഥാപാത്രങ്ങൾ ഒക്കെ അവരുടെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചുവട് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉള്ള കുഴപ്പം കഥയില്ല, തിരക്കഥയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയോടൊപ്പം പ്രേക്ഷകരെ കഥയോടൊപ്പമോ കഥാപാത്രങ്ങളോടൊപ്പമോ സിനിമയോടൊപ്പമോ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. പിന്നെ ആകെ ഈ പറഞ്ഞ നമുക്കറിയാം സിനിമ എന്ന് പറഞ്ഞാലൊരു ദൃശ്യ ശ്രവ്യ സങ്കേതങ്ങളുടെ ഒരു ചേരുവയാണ്. അത് ഇതിൽ അതിമനോഹരമായിട്ട് ചേർത്ത് വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ പണത്തിൻ്റെ ഒഴുക്കിൻ്റെ ഒരു പിൻബലം കൊണ്ടായിരിക്കാം അതിഗംഭീര 100 കോടിയോ 150 കോടിയോ ഒക്കെ മുടക്കിയെടുത്തൊരു സിനിമ എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് എങ്കിൽ ഇത്രയൊന്നും കണ്ടാൽ പോരാ എന്നുകൂടെ ഒരു അഭിപ്രായവും എനിക്കുണ്ട്. പിന്നെ മുരളി ഗോപി തിരക്കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ അദ്ദേഹത്തെ ഉദ്ദേശിക്കുകയല്ല, എനിക്കറിയാം അദ്ദേഹം ഇപ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് 2 എണ്ണമൊക്കെ അടിച്ചിട്ട് എവിടെയെങ്കിലും എൻ്റെ ഈ റിവ്യൂ കേൾക്കുന്നുണ്ടെങ്കിൽ പുള്ളിയാണ് സിനിമ സൃഷ്ടിച്ചതെന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും പുള്ളിയുടെ മുഖഭാവവും ശരീരഭാഷയും കൊണ്ടൊക്കെ എനിക്ക് പലപ്പോഴും മനസ്സിലാക്കുന്നത് പുള്ളിയാണ് മലയാള സിനിമ സിനിമ ഉണ്ടാക്കിയതെന്നും പുള്ളിക്ക് ശേഷം സിനിമ ഇല്ല എന്നും പുള്ളി ചിന്തിക്കുന്നുള്ളതായിട്ട് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും വേണ്ട, നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുക, നമ്മുടെ ജോലി ചെയ്യുക, വൃത്തിയായിട്ട് ചെയ്യുക. ഈ പറഞ്ഞ മോഹൻലാൽ, പൃഥ്വിരാജ് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഒരു ചതിക്കുഴിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഏർപ്പെടാതിരിക്കുക. നിങ്ങളെപ്പോലെ തന്നെ പല കാര്യങ്ങളും നമുക്കും അറിയാം. ഈ രാഷ്ട്രീയക്കാരെ എല്ലാം നമുക്കറിയാം, സാമുദായിക പ്രവർത്തകരെല്ലാം നമുക്കറിയാം. ഇവരെല്ലാം നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയാണെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഇതെല്ലാം നമുക്ക് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്ന് വിളിച്ചു പറയാൻ പറ്റില്ല. ഒരു കലാകാരനോ ഒരു എഴുത്തുകാരനോ ഒരു എഴുത്തുകാരിക്കോ ഒരു കലാകാരിക്കോ നാടകകൃത്തിനോ തിരക്കഥാകൃത്തിനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ അവരുടെ മനസ്സിലുള്ള എല്ലാം കണ്ടതും കേട്ടതും വിളിച്ചു പറയണമെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ആകെ ഒരു ഇടവേ ഉള്ളൂ. സ്വന്തം ബാത്റൂമിലെ സ്വന്തം കണ്ണാടിയുടെ മുമ്പ് നിന്നിട്ട് ആക്രോശിക്കുകയോ ഒക്കെ അട്ടഹാസിക്കുകയോ ഒക്കെ ചെയ്യുക. ഇതല്ലാതെ പൊതുസമൂഹത്തിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ പറയാൻ പോയാൽ സ്വന്തം വീട്ടിൽ പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം പറയും. ഞാൻ ഇപ്പോൾ ഈ അവസാനം പറഞ്ഞത് സിനിമാ നിരൂപണം അല്ല എന്നെനിക്കറിയാം. കാര്യം ഈ സിനിമ ആവശ്യമില്ലാത്ത ചില വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനുണ്ടായ കാരണം ഇതാണ്. അതുകൊണ്ട് മുരളി ഗോപി ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ആ രീതിയിൽ ഞാൻ ആ സിനിമയെ ഞാനൊന്ന് വിലയിരുത്തി റിവ്യൂ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുന്നു, എമ്പുരാൻ
ഒരു ബ്രഹ്മാണ്ഡ സിനിമയോ ഒരു നല്ല സിനിമ, എൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു നല്ല സിനിമയല്ല, നേരെ മറിച്ച് നല്ല സംവിധാന പാടവം പ്രകടമായി കണ്ട, കയ്യൊപ്പ് പതിപ്പിച്ച ഒരു സംവിധാന പ്രതിഭയുടെ കയ്യൊപ്പ് പതിപ്പിക്കാൻ കണ്ടെത്താൻ കഴിഞ്ഞ സിനിമയാണ് അദ്ദേഹം. അത് ആ രംഗത്ത് കൂടുതൽ ശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.